ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് പേർക്ക് അവരുടെ വ്യക്തിയുമായിട്ടൊരു റീകൺസിലിയേഷൻ ഉണ്ടായിട്ടുണ്ട്. പല തരത്തിൽ പല സാഹചര്യത്തിലിരുന്ന വ്യക്തികൾക്ക് ചിലവർ അവരുടെ ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയി, ഇനി വരില്ല എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർ എന്നോട് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞവരുണ്ട്, പേഴ്സണൽ റീഡിങ് എടുപ്പിച്ചതിൽ വന്നവരുണ്ട്, അല്ലാത്ത വ്യക്തികളുണ്ട്, കമൻസിലൂടെ പറഞ്ഞവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്തരത്തിലൊരു ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ഇവിടെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ യൂണിവേഴ്സിനോട് പറയുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ കഷ്ടകാലമോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും, ചിലവർ കുറ്റപ്പെടുത്തും. പക്ഷേ നമുക്കൊരു നന്മ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് പലരും ശ്രമിക്കാറില്ല, ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ അതിനൊക്കെ നന്ദി പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് ശ്രമിക്കുക, നിലനിൽക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ആഗ്രഹിച്ച ആ ഒരു റീകൺസിലിയേഷൻ കിട്ടാത്ത വ്യക്തികളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു സത്യമുണ്ട്. ഈ ഒരു യൂണിവേഴ്സിനെ നീതീകരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ എല്ലാ ശക്തികളും അതിനൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടിനായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഭാഗത്തൊരു സത്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ സമയദോഷത്തെ ഭയപ്പെടേണ്ട, എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തന്നെ നമുക്ക് സാധിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടുക. കാരണം കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതല്ല, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കാം. നമുക്ക് കോൾസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഇതുപോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്പർ ഇടുമ്പോൾ എത്രയോ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, ഡെയിലി എത്ര പേര് കോൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് തന്നെ ഇടുക. അപ്പോൾ അതിന് ആ ഒരു റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസെൻ്റായിട്ട് എന്താണ് സംഭവിക്കാനായി പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഏത് തരത്തിലുള്ള ഒരു അകൽച്ചയിലോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് എന്താണ് വരാനായിട്ട് പോകുന്നത്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പക്ഷേ കുറേ നാളുകളായിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റായി മാറി നിൽക്കുന്ന ഒരാളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധനമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും പല സമയത്തും. ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് വളരെ ഓവർ പൊസസീവായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കൂടുതലായിട്ടുള്ള സ്നേഹമോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അവർക്ക് ശ്വാസം മുട്ടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെൻ്റൽ സ്ട്രെയിൻ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്ന് വരെ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പതിയെ പതിയെ
അതിൻ്റെ ആ ഒരു സ്ട്രെങ്തനിങ് കുറയ്ക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവും. നിങ്ങളുമായിട്ട് പതിയെ അകന്ന് പോകുന്നതിനായിട്ട് ആ ഒരു പേഴ്സൺ തന്നെ പെരുമാറിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുന്ന ആ ഒരു പരിചയം മാത്രമേ ഇപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാവൂ. ഇനി ചിലരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓവർ പൊസസീവ്നെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാടുള്ള ആ ഒരു സ്നേഹക്കൂടുതലോ മാത്രമായിരിക്കില്ല. അതിനേക്കാൾ മുകളിലായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും വ്യക്തികളോ സിറ്റുവേഷനോ ഒക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ ഇവരുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നത്. അവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ അവരൊരു തടസ്സമായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് വേണ്ടപ്പെട്ട മറ്റേതെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് സാഹചര്യത്തിനും അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്കും ഇടയിലായിരിക്കാം ഇവർ ആകെ ട്രാപ്പ് ചെയ്ത പോലെയുള്ളൊരു ഫീലിങ്ങിനകത്ത് അകപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഡിസിഷൻ എടുക്കാൻ ഒരുപാട് നാളുകളായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു പേഴ്സൺ പോയി കളഞ്ഞാലോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഓവർ പൊസസീവ്നെസ് ആവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെക്കറിംഗ് ആയിട്ട് ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കതൊരു എന്താ പറയുന്ന ഒരു ട്രാപ്ഡായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത പോലെ ആ ഒരു പേഴ്സൺ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളോട് അത് ഓപ്പണായിട്ട് പറയാനും സാധ്യതയുണ്ട്. ഓവറായിട്ട് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത്, അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ്റെ പേരിൽ. അപ്പോൾ നമുക്കിവിടെ ഒരേ ഒരു റിവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ റിവേഴ്സ് കാർഡുകൾ സൂക്ഷിക്കാറില്ല, അപ്രൈറ്റ് ആയിട്ട് തന്നെയാണ് കാർഡ്സ് വെക്കാറുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വീണപ്പോൾ പിന്നെ അത് മാറ്റണ്ട, എന്തെങ്കിലും ഒരു പർപ്പസ് അതിനകത്ത് കാണും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ മുഷിഞ്ഞ് സംസാരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. മേ ബി നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയം ഈ ഒരു വ്യക്തി കുറച്ച് എന്താ പറയുക ഏതെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാവാം. ചിലവരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മദ്യപിക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ ചിലപ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ള പേഴ്സൺ തന്നെയായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊക്കെ തന്നെ ആയിരിക്കാം പെരുമാറിയിട്ടുള്ളത്. എങ്കിൽ പോലും ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവർ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഒരുപാട് ഇറിറ്റേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനവർ ചിലപ്പോൾ നിങ്ങളോട് തട്ടിക്കയറുന്ന ഒരു സ്വഭാവമായിരിക്കാം. അതായത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങളോട് ചിലപ്പോൾ തീർക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ ഏകദേശം ഇത്തരത്തിലുള്ളതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര പേർക്ക് ഇങ്ങനെ വരുന്നുണ്ട്, എത്ര പേർക്ക് അത് റെസണേറ്റ് ആവുന്നുണ്ട് ഇവരുടെ ഒരു ക്യാരക്ടർ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പല പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും മറ്റൊരാളെ ഇവരുടെ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ളൊരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണോളം കംഫർട്ടബിളായിട്ട് നിങ്ങളെ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന മറ്റാരും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരില്ല. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട. ഇതാണ് എൻ്റെ ലാസ്റ്റ് ചോയ്സ് എന്നുള്ളൊരു തരത്തിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നത്. അപ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ച് മുൻചുണ്ടിയുള്ള വ്യക്തികളായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻസ് അവർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദേഷ്യം നിങ്ങളോടായിരിക്കും തട്ടിക്കയറുന്നത്. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരികയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ ഒരു പേഴ്സൺ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അൾട്ടിമേറ്റ് എന്ന് പറയാനായിട്ട് ഇവരെ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ വലിയ ഹൈഡിങ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും അവർക്ക് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്നേഹം കൂടുതൽ കാരണം നിങ്ങൾ പല കാര്യങ്ങൾക്കും പിടിവാശി പിടിക്കുന്നുണ്ടാവാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ആ ഒരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലേക്കോ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അവർ നിങ്ങളുടെ തലയിലാണ് ഇടുന്നത്. കാരണം നിങ്ങളുടെ ഒരു ക്യാരക്ടർ കൊണ്ടാണ് അവർക്കത് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ഗ്യാപ്പ് ഇടുന്നത് എന്ന് നിങ്ങളോട് തന്നെ ഓപ്പണായിട്ട് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ ഒരു മൈൻഡ്. നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യം കാണിച്ചിട്ടുണ്ടാവാം, തട്ടിക്കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല സമയത്തും നിങ്ങളോടൊരു സ്നേഹം കൂടുതലില്ല, അവർക്ക് മനസ്സിൽ വെറുപ്പാണോ എന്ന് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. എങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു പോരായ്മയോ അല്ലെങ്കിൽ ഒരു ഓവർ പൊസസീവ്നെസ്സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ട് എന്നറിയുന്നവരായിരിക്കാം ചിലപ്പോൾ കുറച്ചധികം പേരും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ തീർത്തും ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിഷമിച്ചിരിക്കുന്നൊരു അവസ്ഥ തന്നെയാണ്. അവർ നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു ദേഷ്യം കാണിച്ചിട്ട് അവരപ്പുറത്ത് പോയിരുന്ന് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ഓൾറെഡി ആ ഒരു ഫീലിങ്സും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവർ നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമുക്ക് സ്വസ്ഥതയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സമാധാനം വേണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒന്ന് മാറി ഒറ്റയ്ക്കായി നിന്ന് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ അടുത്ത് നിന്നായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്നായാലും എല്ലായിടത്തു നിന്നും മാറി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വസ്ഥത കിട്ടിയാലോ എന്നുള്ളൊരു തോട്ടുള്ള പേഴ്സണാണ്. കാരണം ഇവരുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് മറ്റാരും ചെന്ന് ഇടപെടുന്നത് അത്രയധികം താല്പര്യമുള്ള വ്യക്തിയായിരിക്കില്ല. എത്ര ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ആരെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയധികം പിടിക്കാത്ത അല്ലെങ്കിൽ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു പേഴ്സൺ തന്നെയായിരിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പ്രെഡിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിന് റീസൺസ് അറിയാത്ത വ്യക്തികളല്ല. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതിൻ്റെ റീസൺസ് അറിയുന്നവർ തന്നെയാണ്. അതിന് ഒരു പരിധിവരെ കാരണക്കാരൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടും ഉണ്ടാവാം ഇത്രയും ഈ ഒരു പേഴ്സണെ ഞാൻ സ്നേഹിച്ചല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ് ആയിട്ട് കാണിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഒരു ഓവർ പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ കൺട്രോളോ ഒക്കെ ചെയ്യാൻ നോക്കിയതെങ്കിൽ അത് നിങ്ങൾക്ക് വിനയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിലാക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറിയത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളത് പതിയെ ഓവർകം ചെയ്ത് വരുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ ശല്യപ്പെടുത്താൻ നിങ്ങൾ പോകുന്നുണ്ടാവില്ല. ഒരുപാട് വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരു സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ, ഇനി ഞാൻ കാരണം വിഷമിച്ചെന്ന് വേണ്ട എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും പെട്ടുകഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരാൾ ഓവർ പൊസസീവായിട്ട് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, ചോദിക്കുമ്പോൾ സ്നേഹമാണ് എന്നാണ് ഇവർ പറയുന്നത്, എങ്കിൽ പോലും അവരെ ഓവർ കൺട്രോൾ ചെയ്ത് എങ്ങും വിടാത്തൊരവസ്ഥ. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ വരുന്നവരിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനിലുള്ളവരുണ്ടാവാറുണ്ട്. ഒരുപാട് കേസസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ഒരു ഓവർ പൊസസീവ്നെസ് കാരണം വന്ന് കരഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മളൊരാൾക്ക് ഒരു ഫ്രീഡം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം കൊണ്ടും അവർക്കിനി അവകാശം നമ്മൾ മാത്രമേ ഉള്ളൂ, മറ്റാരും അവർക്കില്ല എന്നല്ല. അതിപ്പോൾ മാരീഡ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ വീട്ടുകാർ, അവരുടെ സിബ്ലിങ്സ്, അവരുടെ ഫ്രണ്ട്സ് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ലൈഫിലേക്ക് അവർ കടന്നു വന്നതുകൊണ്ട് അവരിതൊക്കെ ഉപേക്ഷിച്ച് കളയണം അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ആക്ടിവിറ്റീസും പാടില്ല, നമ്മളുടെ കൺട്രോളിലായിരിക്കണം എന്ന് നമ്മൾ ശഠിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം അവർ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സ്വന്തമാകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അവരൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അത്രയും നാൾ അവരെ വളർത്തി വലുതാക്കിയ ആളുകളുണ്ട്, അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന മറ്റു വ്യക്തികളുണ്ട്. അതിനിടയിലാണ് അവർ നിങ്ങളെ കണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു വാല്യൂ കൊടുക്കണം. അവരൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം നിലനിർത്തി പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു ചിത്രശലഭത്തിനെ പിടിച്ച് കൈക്കകത്ത് വെച്ചിട്ട് അതിനെ എങ്ങും വിടാതെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് സംഭവിക്കുക? അതുപോലെ തന്നെയാണ്. അത് ശ്വാസം കിട്ടാൻ വേണ്ടി കിടന്ന് പിടയും, ലാസ്റ്റ് ഡെഡാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മളൊരു റിലേഷൻഷിപ്പ് കൊണ്ടെത്തിക്കാതിരിക്കുക. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട്
നിങ്ങൾ ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസ് വേണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ലൈഫിലൂടെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിന്നിട്ടുമുണ്ട്. കൂടുതൽ കൺട്രോൾ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാനും ചിന്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് കാണാം. കാരണം അവരെ കുഴക്കിയിരുന്ന അല്ലെങ്കിൽ അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണെങ്കിൽ കൂടി ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നത് പോലെ എത്രയും വേഗം ആ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കുറച്ച് പേർക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിരുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴക്കിട്ട് പോയതായിരിക്കാം, ദേഷ്യം കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അത് മാറ്റുകയോ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹത്തോടെ സംസാരിക്കാനോ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവാം. ഇനി അങ്ങനെ ഇതുവരെ കോണ്ടാക്റ്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരിൽ നിന്നൊരു കോണ്ടാക്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. കാരണം ആഫ്റ്റർ ഓൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. കുറച്ച് എടുത്തുചാട്ടമൊക്കെ കൂടുതലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ബേസിക് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഒരു താല്പര്യം തന്നെയാണ്. പിന്നെ ചിലവരുടെ ഒരു ക്യാരക്ടറാണ്, അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തിനോടെങ്കിലും ആണ് ദേഷ്യമെങ്കിൽ പോലും വേണ്ടപ്പെട്ടവരോട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വഴക്കുണ്ടാക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിങ്ങനെ എപ്പോഴും പുറകെ നടന്ന് ഓരോന്ന് പറയുകയും ഓരോന്ന് ചോദിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതൊക്കെ ഇല്ലാണ്ടായപ്പോഴായിരിക്കാം ആ ഒരു പേഴ്സൺ അതിൻ്റേതായിട്ടുള്ള ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ അവർ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലയളവ് കൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുമായിട്ട് ആ ഒരു നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ അത്രയധികം സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് വിഷമിക്കുകയും ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു സത്യം അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം തന്നെ ആയിരുന്നു അതെന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു പേഴ്സണെ കുറച്ച് സ്പേസ് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം ഈ ഒരു പ്രോബ്ലംസ് ഒന്നും കോംപ്ലിക്കേറ്റ് ആവില്ലായിരുന്നു. ആ ഒരു പേഴ്സണ് തന്നെ തിരിച്ചറിയാൻ സാധിച്ചാണേ. നമ്മളുടെ ഒരു വാല്യൂ ചിലപ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നമ്മളുടെ അഭാവത്തിലായിരിക്കും, നമ്മൾ കൂടെ ഉണ്ടാവുമ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടാണ് ഒഴിഞ്ഞു പോയതെങ്കിലും അപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് അവരെ ഒരുപാട് റീതിങ്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഓഫറുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം, കാരണം അവരിപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ അവരെ നിങ്ങളെ അറിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പക്ഷേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് നിന്നിരുന്ന സംഭവം എന്താണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്ന കാര്യം, അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പറയാനായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങളൊരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലൈഫിൽ എപ്പോഴും കൂടെ വേണം, ടിൽ എൻഡ് നിങ്ങൾ വേണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ അവരെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ പരിമിതികളും കൂടി നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ആ ഒരു പേഴ്സൻ്റെ വിശ്വാസം. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. എവിടെയും ഒരു കുറവില്ലാത്ത രീതിയിൽ ആർക്കും ഒരു നീതി കിട്ടാതെ പോകരുത് എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ജസ്റ്റിസ് വേണം. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടുപേരും ഒരേപോലെ അതിനകത്ത് കംഫർട്ടായിരിക്കണം. ഒരാൾ മാത്രം കംഫർട്ട് മറ്റു വ്യക്തി അവിടെ കിടന്ന് നീറിപ്പോകുക എന്നുള്ളതല്ല. അപ്പോൾ രണ്ടു പേർക്കും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമാധാനത്തോടുകൂടി പോകാൻ തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാവാം. ഒരുപാട് പേരിപ്പോൾ അവനവന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഒരു റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം യൂണിവേഴ്സ് തന്നിട്ടുണ്ടാവാം. മേ ബി ഈ ഒരു ഗ്യാപ്പ് പോലും പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ
വീണ്ടും ഈ ഒരു പേഴ്സൺ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയതുപോലെ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും വേഴ്സായി തീരും. സോ രണ്ടുപേരും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ ആ ഒരു ഈക്വൽ ഫ്രീഡത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്രയും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബിഹേവിയർ ഇങ്ങനെയാണോ, നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണോ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം വിസിബിളായിട്ട് തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ഒരുപാട് നാളായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഒരു നല്ല ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.